ഈ ഒരു സമയത്ത് പുരയെല്ലാം പൂട്ടിയിട്ട് എങ്ങോട്ടാന്നല്ലേ? പടന്നേന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ എടച്ചാക്കൈ അഴീക്കൽ പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അത്താഴത്തിനൊക്കെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോട്ട് എത്താനായിട്ടുണ്ട്. ഈ ഒരു പള്ളിയുടെ തൊട്ട് മുന്നിലായിട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന് മുത്തു ചാന പറയട്ടെ. ചെമ്പരി, ചേരി, കരിഞ്ഞ്, ഞണ്ട്, പിന്നെ നെയ്ച്ചോറ്, പത്തില്, കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞി സമോസ, കഞ്ഞ, ചിക്കൻ പായസ്. അപ്പോൾ നമ്മൾ ഇന്നെത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ ഒരു മീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പാട്സ് കറിയും ഉപ്പിലിട്ട വേണ്ടവർക്ക് അതും ഉണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ കഞ്ഞിയൊക്കെ തീർന്നിട്ടുണ്ട്. അതിൻ്റെ നെയ്ച്ചോറും പാട്സ് കറിയും. ഈ ഒരു പാട്സ് കറി എടുത്തു പറയേണ്ടതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുത്തുച്ചാൻ്റെ സ്പെഷ്യൽ മീൻ മസാലയാണ്. പിറ്റേ ദിവസം നമ്മൾ കുറച്ച് നേരത്തെ പോയി. അപ്പോൾ എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആവശ്യമുള്ള മീൻ സെലക്ട് ചെയ്ത് അതൊന്ന് മസാല വെച്ച് ഇതുപോലെ ഒന്ന് പൊരിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കഞ്ഞി ഉണ്ട്, അതിൻ്റെ സൈഡ് ഐറ്റംസ് ഉണ്ട്, നെയ്ച്ചോറുണ്ട്, കാട പൊരിച്ചതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് ബീഫും കാട പൊരിച്ചതും പിന്നെ കഞ്ഞി, അതിൻ്റെ സൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിന്. എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സ്പോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു 3 മണീൻ്റെ ഉള്ളിൽ എന്തായാലും പോകാൻ നോക്കാം. അരിച്ച മീൻ അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനം, അടുത്ത മെയിൻ സാധനം പരിപ്പ്. പറയാല്ലേ, നമുക്ക് ചാനൽ ട്രഡീഷണൽ അച്ചാർ. ഓക്കെ, എല്ലാത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഈ കാട പൊരിച്ചതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. അത്താഴം രാവിലെ പടന്ന് അഴീക്കൽ പള്ളിന് മുമ്പിൽ ഇടിച്ചാക്കൽ. പിന്നെ ഈ മീൻ്റെ ഒക്കെ ഫ്രഷ്നെസ്സും മസാലയൊക്കെ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ മാഷാല്ല നമ്മൾ അത്താഴമൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, അഴീക്കൽ പള്ളിയുടെ തൊട്ട് മുന്നിലായിട്ടുള്ള SMS ഹോട്ടൽ. മക്കളെ